ഹലോ എവ്രിവൺ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ്. ഇന്ന് നമ്മൾ ഒരു 3 ഓപ്പറേഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. മെട്രിക്സിന്റെ അഡീഷൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മെട്രിക്സിന്റെ സബ്ട്രാക്ഷൻ അല്ലെ, കുറക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കൂടി, മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടി ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷൻ ഓഫ് മെട്രിക്സ് എന്താ, സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ് എന്താ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എന്താണെന്നൊക്കെ നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാണെന്ന് നമുക്ക് നോക്കാം. മെട്രിക്സ് ജനറലി നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ കുറച്ച് നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ബോക്സ് പോലത്തെ ഉള്ളിലാണ് നമ്മൾ എഴുതുക. ഇപ്പൊ ഞാനിവിടെ 1 2 8 6 എന്ന് എഴുതി, ഇവിടെ 3 2 1 4, ഇവിടെ 9 4 3 2. ഞാൻ ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് എഴുതിയതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ മെട്രിക്സ് പഠിക്കുന്നതിനേക്കാൾ മുന്നേ നോക്കേണ്ടതായിട്ടുള്ളത് ഇങ്ങനെയുള്ളത് അല്ലേ, ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ അല്ലേ, ഇത് 1 2 8 6, ഇത് 3 2 1 4, ഇതെന്തെന്നാ 9 4 3 2. ഇങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേര് റോസ് എന്നാണ്. എന്താണ്? റോ. ഇങ്ങനെ ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെ നമ്മൾ റോസ് എന്ന് വിളിച്ചു. അപ്പൊ വെർട്ടിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ഇത് 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 അല്ലെ, ഇങ്ങനെ വെർട്ടിക്കൽ ഉള്ളതിനെ നമ്മൾ വിളിക്കുക കോളംസ് എന്നാണ്. COLUMNS. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് റോസും വെർട്ടിക്കൽ ആയിട്ട് എന്താണ്, കോളംസും ആണ്. അപ്പോ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? 1 2 3 അല്ലെ. റോസ് എത്രയുണ്ട്? നമ്പർ ഓഫ് റോസ് എത്രയാണ്? 3 ആണ് അല്ലെ. 1 2 3. എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 അല്ലെ. കോളംസ് എത്രയാണ്? കോളംസ് ഉള്ളത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സ് 3/4 മെട്രിക്സ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ്? 3/4 എന്നാണ് വിളിക്കുക. അതായത് 3 റോസും അല്ലെ, 3 റോസും 4 കോളംസും ഉള്ളത് കൊണ്ട് ഈ ഒരു മെട്രിക്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? 3/4 മെട്രിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് 2 4 3 2 ജസ്റ്റ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ ഒരു മെട്രിക്സ് അല്ലെ, ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 അല്ലെ. റോസ്, നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് കോളംസ് എത്രയാ? 1 2 അല്ലെ. കോളംസ് എത്ര തന്നെയാ ഉള്ളത്? 2 ആണ്. അങ്ങനെയാണ് ഈ മെട്രിക്സ് ഏതായിരിക്കും? 2/2 മെട്രിക്സ് അല്ലെ. 2/2 മെട്രിക്സ്. ഈ ഇൻറ്റു എന്നുള്ള സൈൻ ഇല്ലേ, അതിനെ നമ്മൾ ബൈ എന്നാട്ടാ പറയാ, 2/2 മെട്രിക്സ്. അപ്പൊ 2 റോസും 2 കോളംസ്, റോനെയാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ 2/2 മെട്രിക്സ്. അപ്പൊ റോ എന്താണ്, കോളം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള അഡീഷനിലേക്ക് പോവാം. ഏതാണ്? അഡീഷൻ ഓഫ് മെട്രിക്സിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അത് തന്നിട്ടുള്ളത് 6 3 2 4 2 -4 ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്. ഇനി ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുള്ളത് 8 10 2 3 2 1. ഇത് ഞാൻ ജസ്റ്റ് എഴുതിയതാണ് കേട്ടോ, വലിയ കാര്യത്തിലൊന്നുമല്ല. അതായത് 2 മെട്രിക്സ് ഞാൻ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഇത്. ഇനി നിങ്ങൾക്ക് ചോദിച്ച് എ പ്ലസ് ബി അല്ലെ, മെട്രിക്സ് എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക അല്ലെ? എ പ്ലസ് ബി ചെയ്യാൻ എന്ത് ചെയ്യണം അല്ലെ? എ പ്ലസ് ബി അല്ലെ, മെട്രിക്സ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, നോക്ക് ഇത് ഏതാ ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താ? ഇത് 2 റോയും 3 കോളവും അല്ലെ. എത്രയാണ്? 2 റോയും 3 കോളവും. ഇത് എന്ത് മെട്രിക്സാ? 2/3 മെട്രിക്സ് ആണ് അല്ലെ. ഇതും എന്ത് തന്നെയാ? 1 2 അല്ലെ. റോ 2 ആണുള്ളത്, കോളമോ
മൂന്നുണ്ട് അല്ലെ. ഇതും എന്താണ്, ഒരു 2/3 മെട്രിക്സ് ആണ്. ഇനി നമുക്കിത് ആഡ് ചെയ്യാം അല്ലെ. ആഡ് ചെയ്യുമ്പോൾ നേരെ അങ്ങ് ഓർഡർ ചെയ്താൽ മതി, നേരെ അങ്ങ് ആഡ് ചെയ്താൽ മതി. 6ന് നേരെ ആരാ ഉള്ളത്, 8 അല്ലെ. അപ്പൊ എന്ത് വരും, 6 + 8. അടുത്തത് 3ന് നേരെ ആരാ ഉള്ളത്, 10 അല്ലെ. അപ്പൊ 3 + 10. ഇനി അതോ 2 ഉണ്ട് അല്ലെ, അത് 2 + 2. ഇവിടെ 4 ഉണ്ട്, 3 ഉണ്ട് അല്ലെ. 4 + 3. ഇവിടെ 2 ഉണ്ട്, അതെന്ത് വരും, 2 + 2. ഇവിടെ -4ഉം ഇവിടെ 1ഉം അല്ലെ. -4 + 1 എത്രയാ, -4 + 1. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ചെയ്ത് നമ്മൾ മാറ്റി എഴുതണം അല്ലെ. അപ്പോൾ A + B എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും, 6 + 8. 6 6 12, 12 + 2 14, 14 എന്ന് വന്ന് 3 + 10 13, 2 + 2 4, 4 + 3 7, 2 + 2 4, -4 + 1 എത്ര വരും, -3. അപ്പോൾ A + B എന്ന് പറയുന്ന മെട്രിക്സ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 14 13 4 7 4 3 അല്ലെ. ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സ് ആഡ് ചെയ്യുക. ഓക്കെ, ഒരു മെട്രിക്സ് ആഡ് ചെയ്യുക നമ്മൾ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, 17 - 2 8, 4 3 2 4 2 8. ഇത് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. B എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുള്ളത് -4 2 8 3 -10 9 2 8 10. ഓക്കെ, ഇത് B എന്ന് പറയുന്ന മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് A + B അല്ലെ, A + B കണ്ടുപിടിക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. A + B എങ്ങനെയാണെന്നൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എഡീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തത് ചെയ്യാനായിട്ട് പോകുന്നതാണ് സബ്ട്രാക്ഷൻ. എന്താണ് സബ്ട്രാക്ഷൻ? ഈ സബ്ട്രാക്ഷനും നമ്മളുടെ അഡീഷൻ പോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ എടുക്കാം, നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 6 3 2 4 2 -4. ഓക്കെ, ഇനി B എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, 8 10 2 3 2 1. ഓക്കെ, ഇതാണ് ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A - B നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് A - B കാണാനാണ്. A - B കാണാൻ എന്ത് ചെയ്യുക, 6ൽ നിന്ന് 8നെ കുറക്കുക അല്ലെ. 6ൽ നിന്ന് 8നെ 6 - 8. അടുത്തത് 3 - 10 അല്ലെ, 3 - 10. 2 - 2 അല്ലെ, 2 - 2. 4 - 3 4 - 3. 2 - 2 2 - 2 -4 -1 അല്ലെ, -4 -1. അപ്പൊ ഇനി എന്ത് ചെയ്യുക, ഇതെല്ലാം ഒന്ന് കുറച്ച് എഴുതുക അല്ലെ. 6 - 8 എത്രയാ, -2. 3 - 10 -7. 2 - 2 0. 4 - 3 1. 2 - 2 0. -4 -1 -5. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, മെട്രിക്സ് A - മെട്രിക്സ് B നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എഴുതിയാൽ മതി അല്ലെ. ആഡ് ചെയ്യുക എങ്ങനെയാണ് അതുപോലെ തന്നെ കുറച്ച് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ആണ്, മെട്രിക്സ് A തന്നിട്ടുള്ളത് 5 5 4 6. ഓക്കെ, മെട്രിക്സ് B തന്നിട്ടുള്ളത് 2 8 3 1. 2 8 3 1. നിങ്ങൾ ചെയ്യേണ്ടത് A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്, 2/2 ആണോ അല്ലെ 2/3 ആണോ എന്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. ബിന്റെ ഓർഡറും എഴുതാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് B - A ആണ്. എന്താണ്, B - A കണ്ടുപിടിക്കുക കേട്ടോ. മെട്രിക്സ് B - മെട്രിക്സ് A എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ,
രണ്ട് ഓപ്പറേഷൻസ് നോക്കി അല്ലേ. ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. എന്താണ്? മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. നേരത്തെ പോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 3 4 2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 8 1 2 5 ആണെന്ന് വിചാരിക്കും. ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാ? 2 റോയും 2 കോളവും അല്ലേ. അപ്പൊ 2/2 മെട്രിക്സ് ആണ്. ഇതിന്റെയോ 2 റോയും 2 കോളവും. ഇതും എന്ത് തന്നെയാ? 2/2 മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യോ ഒന്നുമല്ല ചെയ്യുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിൽ വ്യത്യാസം വരും. ഓക്കെ, ഓർഡറിൽ വ്യത്യാസം വരും. അതെങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓർഡർ എത്രയാ? 2/2 ആണ്. ബിന്റെ ഓർഡറോ അതും 2/2 ആണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് എഴുതുക. 2/2 എഴുതാം, 2/2 എഴുതാം. എന്നിട്ട് ഇതിനെ രണ്ടിനെയും അല്ലെ, അറ്റത്തുള്ള രണ്ടിനെയും അല്ലെ, അറ്റത്തുള്ള 2 എത്രയാ? 2 2 അല്ലെ, 2 × 2. അപ്പൊ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന്റെ അല്ലെ, ഉത്തരം ഉള്ള ഒരു മെട്രിക്സ് ഉണ്ടാവില്ല. അതിന്റെ ഓർഡർ എത്രയായിരിക്കും? 2 × 2 എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും. ഇനിയിപ്പോ ഇവിടെ 2/2 അല്ലാണ്ട് 2/3 ആണെന്ന് വിചാരിക്കും. ഇതൊരു 2/3 മെട്രിക്സും ഇതൊരു 2/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഇതും ഒരു 2/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലെ, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഈ 2ഉം ഈ 3യും എടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2/3 മെട്രിക്സ് എന്ന് കിട്ടും അല്ലെ. 2/3 മെട്രിക്സ് എന്ന് കിട്ടും. ഇനി ഒരു മെട്രിക്സിന്റെ ഓർഡർ 3/2, വേറൊരു മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/2ഉം ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ 2/3ഉം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും അല്ലെ, എ × ബി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഈ 3യും ഈ 3യും അല്ലെ. അപ്പൊ എന്തായിരിക്കും? 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 2 3 4 2. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് 8 1 2 5. ഓക്കെ, ഇതെന്താ? ബി എന്ന് പറയുന്ന മെട്രിക്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലെ, ഇത് 2/2 മെട്രിക്സ് ആണ് എന്ന് മനസ്സിലായി. ഇതും 2/2 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് എന്താ? 2/2 മെട്രിക്സ് തന്നെ ആയിരിക്കും അല്ലെ. 2/2 മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ടല്ലോ അല്ലെ, ഈ ഒരു ഫസ്റ്റ് റോ അല്ലെ, ഈ ഒരു ഫസ്റ്റ് റോന് ഫസ്റ്റ് കോളം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എഴുതുക. ഓക്കെ, എങ്ങനെയാണ്? 2 × 8 അല്ലെ, 2 × 8 പ്ലസ് 3 × 2 എന്ന് എഴുതണം. എങ്ങനെ? ഇതിനെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 2 × 8 അല്ലെ, 2 × 8 പ്ലസ് 3 × 2 അല്ലെ. എന്നതിന് ശേഷം ഇതിനെ കൊണ്ട് ആരെയും ചെയ്യുക? ഇതിനെയും ചെയ്യുക. അങ്ങനെ വരും 2 × 1 പ്ലസ് 3 × 5 എന്ന് വരും അല്ലെ. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് റോനെ അല്ലെ, ഫസ്റ്റ് റോനെ നമ്മളുടെ ഫസ്റ്റ് കോളം കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. നോക്കിക്കോ, എങ്ങനെ വരും? 2 × അല്ലെ, 2 × 8 2 × 8 പ്ലസ് അല്ലെ 3 × 2 3 × 2. ഓക്കെ, ഈ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി എന്താ? ഇനി ഇവിടെ ഉണ്ട് അല്ലെ, ഇനി ഇവിടെ. അപ്പൊ എന്ത് വരും? 2 × 1 അല്ലെ, 2 × 1 പ്ലസ് 3 × 5 അല്ലെ, 3 × 5. ഇനി അടുത്ത അല്ലെ, ഇതിനെ കൊണ്ട് ചെയ്യാം അല്ലെ, ഇതിനെ കൊണ്ടും ചെയ്യാം. അപ്പൊ എന്ത് വരും? 4 × 8 അല്ലെ, 4 × 8 പ്ലസ് 2 × 2 അല്ലെ, 2 × 2. ഇനി എന്ത് ചെയ്യാ? ഇതിനെ കൊണ്ട് ചെയ്യാം. 4 × 1 അല്ലെ, 4 × 1 പ്ലസ്
2 ഇൻറ്റു 5, 2 ഇൻറ്റു 5. ഇനി എന്ത് ചെയ്യുക, ഇതിനെ കൂട്ടി എഴുതുക അല്ലേ. കൂട്ടി എഴുതുമ്പോൾ എന്താവും, 2 ഇൻറ്റു 8 16 അല്ലേ. 16 പ്ലസ് 3 ഇൻറ്റു 2 6. ഇവിടെയോ 2 പ്ലസ് 15 വരും. ഇവിടെ 32 പ്ലസ് 4 എന്ന് വരും. ഇവിടെ 4 പ്ലസ് 10 എന്ന് വരും അല്ലേ. 16 പ്ലസ് 16 എത്ര, 22 വരും അല്ലേ. 22. 15 പ്ലസ് 2 17 വരും. 32 പ്ലസ് 4 എത്ര വരും, 36 വരും അല്ലെ. 4 പ്ലസ് 10 14 വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ എ ഇൻറ്റു ബി അല്ലെ, എ ഇൻറ്റു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്, 22 17 36 14 എന്ന് കിട്ടി. ഓക്കെ അല്ലേ, ഇത് ക്ലിയർ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1 2 3 ഒരു മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 3 2 4 6 എന്ന് തന്നു. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്. ഇനി ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 2 1 2 ഇങ്ങനെയും തന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഇത് നമ്മൾ കാണണം അല്ലെ. ഇത് എത്രയാ ഓർഡർ, ഇതിന്റെ മെട്രിക്സിന്റെ ഓർഡർ 2 റോയും 3 കോളും. അപ്പൊ 2/3 മെട്രിക്സ് ആവും. ഇത് 2 റോയും 2 കോളും. അപ്പൊ എന്ത് വരും, 2/2 മെട്രിക്സ് ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക, 2/2 മെട്രിക്സ് ആണ്. പക്ഷെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ, ഇതെന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് റോസ് അല്ലെ എന്നാണ് ഇവിടുത്തെ അല്ലെ. ഇവിടുത്തെ കോളം എത്രയുണ്ട്, 1 2 3 അല്ലെ. 1 2 3. ഇവിടുത്തെയോ 1 2 ആണുള്ളൂ അല്ലെ. 1 2 ആണുള്ളൂ. കോളംസ് ഈക്വൽ ആയിരിക്കണം. എന്താണ്, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 3 1 4 1 2 2 1 1 ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണിത്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 1 2 3 2 1 ഇങ്ങനെയും ഒരു മെട്രിക്സ് തന്നെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു മെട്രിക്സും തന്ന്, ബി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെട്രിക്സും തന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മെട്രിക്സിന്റെ അല്ലെ, ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാ, 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പൊ ഇതൊരു 3/3 മെട്രിക്സ് ആണ് അല്ലെ. ഇതോ, ഇതിന് 1 2 3 അല്ലെ, 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്, 1 2 അല്ലെ, 2 കോളംസും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടാ, എത്ര ഓർഡർ കിട്ടാ, 3/2 അല്ലെ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 റോയും 2 കോളവും അല്ലെ, 3 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അല്ലെ, ഇതിനെ കൊണ്ട് ചെയ്യാം അല്ലെ. എന്നിട്ട് പിന്നെ ഇതിനെ കൊണ്ട് ചെയ്യാം. പിന്നെ ഇതിനെ കൊണ്ട് ചെയ്യാം, ഇതിനെ കൊണ്ട് ചെയ്യാം അല്ലെ. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം അല്ലെ, 2 ഇൻറ്റു 1 അല്ലെ, 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 അല്ലെ, 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2. ഓക്കെ, ഇനി ഇപ്പുറത്തേക്ക് പോകണം അല്ലെ. 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 2, 3 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1 അല്ലെ, 1 ഇൻറ്റു 1. ഓക്കെ, ഇവിടെ കഴിഞ്ഞില്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 3 റോയും 2 കോളവും അല്ലെ, 2 കോളമായി അല്ലെ, കോളം 2ആയി. അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ തെറ്റാ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇപ്പുറം കൂടി നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെയാണോ, അല്ല. നമുക്ക് ഇതിനെ കൊണ്ടും ഇതിനെ കൊണ്ടും ചെയ്യാം അല്ലെ. അതുപോലെ ഇതിനെ കൊണ്ടും ഇതിനെ കൊണ്ടും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ നോക്കാം അല്ലെ. 4 ഇൻറ്റു 1 അല്ലെ, 4 ഇൻറ്റു 1 പിന്നെ 1 ഇൻറ്റു 1 അല്ലെ, പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 അല്ലെ, 2 ഇൻറ്റു 2. ഇതിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ, ഇതിനെ കൊണ്ട് ഇതിനെ ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് വരും, 4 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1. ഓക്കെ, 4 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1 അല്ലെ. അങ്ങനെ വന്നു, അതും കഴിഞ്ഞു. ഇനി എന്തുണ്ട്, ഇതിൻ്റെയോടെയും ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും, 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ്
1 ഇൻറ്റു 2 അല്ലേ? ഇത് ഇതിൻ്റോട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് ഇതിൻ്റോട് ചെയ്യാനുണ്ട് അല്ലെ? എങ്ങനെ വരും? 2 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിനെ കൂട്ടി എഴുതുക അല്ലെ? കൂട്ടി എഴുതി കഴിഞ്ഞാൽ 2 അല്ലെ? 2 പ്ലസ് 3 പ്ലസ് 2, ഇവിടെയോ 6 പ്ലസ് 6 പ്ലസ് 1, ഇവിടെ 4 പ്ലസ് 1 പ്ലസ് 4, ഇവിടെ 12 പ്ലസ് 2 പ്ലസ് 2, ഇവിടെ 2 പ്ലസ് 1 പ്ലസ് 2, ഇവിടെ 6 പ്ലസ് 2 പ്ലസ് 1 അല്ലേ? എല്ലാം കൂട്ടി എഴുതാം അല്ലേ? 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7, 6 പ്ലസ് 6 12, 12 പ്ലസ് 1 13, 4 പ്ലസ് 1 5, 5 പ്ലസ് 4 9, 12 പ്ലസ് 4, 12 പ്ലസ് 4 എത്ര വരും? 16, 2 പ്ലസ് 1 3, 3 പ്ലസ് 2 5, അടുത്തത് 6 പ്ലസ് 2 8, 8 പ്ലസ് 1 9, 9. ഓക്കെ, അപ്പൊ നമ്മളുടെ മെട്രിക്സ് എത്ര കിട്ടി? ഇതാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? എത്രയാണ്? 3 റോയും 2 കോളവും അല്ലെ? 3 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും അത്ര ബുദ്ധിമുട്ടില്ല, കുറച്ചൊരു ബുദ്ധിമുട്ട്, എന്നാലും മനസ്സിലാക്കി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും സിമ്പിൾ ആണ് കേട്ടോ. മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 4 3 2, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 4 2 8 9. എ ഇൻറ്റു ബി ആണ് ചെയ്യേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.